കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഒരു മലയോര ഗ്രാമപ്രദേശത്തിന്റെ ഉൾക്കാഴ്ചയിലേക്ക് ഒന്ന് പോയി വരാം. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനിലേക്കാണ് ഇനി റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. ശ്രീലക്ഷ്മിക്കൊപ്പം. നമസ്കാരം. ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് പുനലൂർ തൂക്കുപാലം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം. 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് നിർമ്മിതിയാണിത്. കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായ പുനലൂരിൽ ജില്ലയുടെ പ്രധാന നദിയായ കല്ലടയാറിന്റെ ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണിത്. 1877 ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയാണ് ഇത് നിർമ്മിച്ചത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ പാലം സുപരിചിതമായിരിക്കും. കാരണം ഇവിടെ വെച്ചെടുത്ത സേവ് ദ ഡേറ്റ് വീഡിയോസ് ഒക്കെ വൈറലാണിപ്പോൾ. അപ്പോൾ നമ്മളിവിടെ തൂക്കുപാലത്തിൽ നിന്ന് തുടങ്ങുന്നു. ലുക്കൌട്ട് വഴി പരപ്പാർ ഡാമിലേക്ക് ഒരു യാത്ര. ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ തെന്മലയിലേക്ക്. പുനലൂരിൽ നിന്നും ഏകദേശം 21 കിലോമീറ്റർ ദൂരമാണ് തെന്മലയിലേക്കുള്ളത്. കൊല്ലം ചെങ്കോട്ട പാതയുടെയും തിരുവനന്തപുരം ചെങ്കോട്ട റോഡിന്റെയും സംഗമ സ്ഥാനമാണ് തെന്മല. തെന്മലയുടെ കവാടം എന്നാണ് ഈ ലുക്കൌട്ടിനെ പറയുന്നത്. സഞ്ചാരികളുടെ ഇഷ്ട സ്ഥലങ്ങളിലൊന്നാണ് ലുക്കൌട്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തടയണയുടെ ഒരു നല്ല വ്യൂ കാണാൻ പറ്റും. അടുത്ത സ്പോട്ടാണ് മാൻ പാർക്ക്. ഇവിടുന്ന് 2 കിലോമീറ്ററാണ് അങ്ങോട്ടേക്കുള്ള ദൂരം. വനങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മാനുകളെ സംരക്ഷിക്കുന്ന പദ്ധതിയാണ് മാൻ റീഹാബിലിറ്റേഷൻ സെന്റർ. ഇവിടേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് 50 രൂപയും കുട്ടികൾക്ക് സൗജന്യവുമാണ്. ഇനി ഒരു 1.5 കിലോമീറ്റർ പോയാൽ നമ്മുടെ മെയിൻ സ്പോട്ടായ തെന്മല എക്കോ ടൂറിസത്തിലേക്ക് എത്താം. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത എക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല എക്കോ ടൂറിസം. 2001 അന്നത്തെ മുഖ്യമന്ത്രിയായ EK നയനാരാണ് ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത്. ഒരു ടൂറിസ്റ്റ് ഇവിടെ എത്തിച്ചേർന്നാൽ രാവിലെ 9 മണിക്ക് എത്തിച്ചേരുന്ന ഒരു ടൂറിസ്റ്റിന് 8 മണി വരെയുള്ള വൈകുന്നേരം 8 മണി വരെയുള്ള വിവിധ ആക്ടിവിറ്റികളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ മഴയത്ത് കുടുങ്ങി ഗൈസ്. നമ്മുടെ പാർക്ക് സ്ഥാപിതമായത്. അത് നമുക്ക് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എന്നുള്ള പ്രത്യേകത നമുക്കുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ കൂട് കൂട്ടിയിട്ട് ബട്ടർഫ്ലൈയെ കൊണ്ടിടുക അല്ലെങ്കിൽ പ്യൂപ്പയെ കൊണ്ടിടുക അങ്ങനെയുള്ള സംവിധാനം ഒന്നുമല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്വാഭാവിക അന്തരീക്ഷം ഒരുക്കി കൊടുത്തുകൊണ്ട് ബട്ടർഫ്ലൈയെ നമുക്ക് ആകർഷിക്കാനുള്ള പദ്ധതികളാണ് തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബട്ടർഫ്ലൈ സഫാരി പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോയാലോ? ഇത് ആനത്തകരയിൽ നിന്നുള്ള പ്ലാന്റാണ്. അതായത് കോമൺ എമിഗ്രൻ്റ് എന്നുള്ള ബട്ടർഫ്ലൈ വന്നിട്ട് ഇതിനകത്തെ മുട്ടയിടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റർപില്ലറിന് ഈ ഇലയാണ് ഇഷ്ടം. നമ്മുടെ കഴിച്ചിട്ടുണ്ട്. അതിനിപ്പം കഴിച്ചതിന് ശേഷം ഈ കാറ്റർപില്ലർ കാണും, ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണും. അതിൻ്റെ പ്യൂപ്പയാണത്, കണ്ടല്ലോ. അതിൻ്റെ പ്യൂപ്പ ഇങ്ങനെയാണ്. പക്ഷേ വിരിഞ്ഞിറങ്ങി പോയതാണ്. അതിപ്പം പ്യൂപ്പയെ നമ്മൾ കാണുന്നില്ല. വട്ടക്കാക്ക എന്നുള്ളൊരു പ്ലാന്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ബട്ടർഫ്ലൈ വന്നിട്ട് ഡാർക്ക് ബ്ലൂ ടൈഗർ എന്നുള്ള ബട്ടർഫ്ലൈ മുട്ടയിടുന്നത് ഈ പ്ലാന്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റർപില്ലറിന് പുഴുവിന് ഈ ഇലയാണ് ഇഷ്ടം. അപ്പോൾ ഇല തിന്നു. അത് നമുക്ക് കാറ്റർപില്ലറിനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം. ഇത് പ്യൂപ്പയാണ്.
ഡാർക്ക് ബ്ലൂ ടൈഗർ എന്നുള്ള നാണ്ട് ഇവിടെയുണ്ട്. ഡാർക്ക് ബ്ലൂ ടൈഗർ എന്നുള്ള ബട്ടർഫ്ലൈയുടെ പ്യൂപ്പയാണ് നാണ്ട് ഇവിടെയുണ്ട്. ഇതുകൂടാതെ സഞ്ചാരികളെ ആകർഷിക്കുന്ന മെയിൻ ഐറ്റമാണ് അഡ്വഞ്ചർ സോൺ. ഇവിടുത്തെ ഈ എലിവേറ്റഡ് പാലം തന്നെയാണ് ഇതിന്റെ കാരണം. മരങ്ങൾക്കിടയിലൂടെയുള്ള ആകാശയാത്ര ഒരു ഒന്നൊന്നര അനുഭവം തന്നെയാണ്. ഇനിയുള്ളത് ലെഷർ സോണാണ്. ശില്പങ്ങളാൽ സമ്പന്നമാണിവിടം. കുട്ടികളുടെ പൂന്തോട്ടവും വൈകുന്നേരമുള്ള ഉല്ലാസ നടത്തത്തിനുള്ള തറയോട് പാകിയ വഴികളും കൂടുതൽ സഞ്ചാരികളെ ഇങ്ങോട്ട് എത്തിക്കുന്നു. തെന്മല ഡാം ഏറ്റവും അടുത്തുനിന്ന് കാണാമെന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇക്കോ ടൂറിസത്തിൽ നിന്നിറങ്ങി നമ്മൾ ഇനി നേരെ പോകുന്നത് പരപ്പാർ ഡാം അഥവാ തെന്മല ഡാമിലേക്കാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ദൂരമാണ് അങ്ങോട്ടേക്കുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന അണക്കെട്ടാണ് തെന്മല. 13.28 കോടി രൂപ ബഡ്ജറ്റിൽ 1961 ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 92,800 ഹെക്ടർ ഏരിയയിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് തെന്മല എക്കോ ടൂറിസം. വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക്കോ മറ്റ് ചപ്പ് ചവറുകളോ ഒന്നും ഇവിടെ ഉപേക്ഷിക്കാതിരിക്കുക. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം ശ്രീലക്ഷ്മി സുഗുണൻ, 24. അപ്പോൾ പുനലൂർ മുതൽ തെന്മല വരെ പാലവും തൂക്കുപാലവും പിന്നെ ഡാമും ചിത്രശലഭങ്ങളും ഒക്കെ ആയിട്ടൊരു ദിവസം മുഴുവൻ ആസ്വദിക്കാവുന്ന കാഴ്ചകളുണ്ട്, അല്ലെ അതിനപ്പുറത്തേക്കുള്ള കാഴ്ചകളുണ്ട്. ഏതായാലും മിസ് ചെയ്യാതിരിക്കുക. ഈ മഴക്കാലം അതിന് പറ്റിയ സമയമാണ്.